നിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 34 അധ്യായം അതിന്റെ 10, 11, 12 വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 34 അധ്യായം അതിന്റെ 10, 11, 12 വാക്യം നമുക്ക് ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാവുന്നതാണ്. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവിൻ, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. അവൻ മനുഷ്യന് അവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും, ഓരോരുത്തര് അവനവന്റെ നടപ്പിന് തക്കവണ്ണം കൊടുക്കും. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല, നിശ്ചയം സർവശക്തൻ ന്യായം മറച്ചു കളയുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 34 അധ്യായം 10, 11, 12 വാക്യം ഇങ്ങനെ പറയുന്നു. ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാം. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവിൻ, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ മക്കളുടെ ജീവിതത്തിൽ എന്റെ ദൈവം ഒരനർത്ഥം കൊണ്ടുവന്ന്, ഒരു രോഗം കൊണ്ടുവന്ന്, ഒരു സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർത്ത് ഒരിക്കലും ജയഘോഷം കൊള്ളുവാൻ ആഗ്രഹിക്കുകയില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്റെ മക്കളെ ഉപേക്ഷിക്കാതെ കണ്ണുനീര് തുടച്ചു ചേർത്ത് പിടിക്കുവാൻ മനസ്സുള്ളവരാണ് എന്റെ കർത്താവ്. എന്നാൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്, അവൻ മനുഷ്യന് അവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. നീ നന്മ ചെയ്താൽ നന്മ കൊയ്യും, തിന്മ പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും. എന്റെ ദൈവം നിന്നെ വിളിച്ചത് കഷ്ടത്തിലും കണ്ണുനീരിലും വേദനയിലും ഒറ്റപ്പെടലിലും എല്ലാവരും തിരസ്കരിക്കപ്പെട്ടും യാത്ര ചെയ്യാനല്ല. കരയുന്നവന്റെ കണ്ണുനീര് തുടച്ച് കരയണ്ട എന്ന് നിന്റെ നാവിലൂടെ അവനോട് പറയാൻ വേണ്ടിയാ വിളിച്ചത്. വിശക്കുന്നവന്റെ വിശപ്പടക്കുവാൻ നിനക്ക് നന്മ തന്നിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയാതെ അവന്റെ വിശപ്പടക്കുവാൻ നിന്റെ കരത്തുള്ളത് കൊടുക്കുവാനാ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. സ്വത്രം. ദാഹിച്ചു വലഞ്ഞു വരുന്നവന് ദാഹമടക്കുവാൻ നിന്റെ കരം കൊണ്ട് ഉപയോഗിക്കുവാനാണ് ദൈവം നിന്റെ കരത്തിന് ബലം തന്നത്. അവന്റെ ദാഹമടക്കാതെ ഇത്തിരി കഴിയട്ടെ എന്ന് പറഞ്ഞ്, ഇല്ലെങ്കിൽ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് അകന്നു പോകാനല്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും കർത്താവ് നിന്നെ വെച്ചിരിക്കുന്നത് മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറാനാണ്. അങ്ങനെ നീ മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറുവാൻ ശ്രമിച്ചാൽ ഒട്ടും കുറഞ്ഞു പോകാതെ സകല കുറവുകളെ നികത്തി നിന്നെ ഉയർത്തി ദൈവം മാനിക്കും. സ്വത്രം. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നത്, ഓരോരുത്തനും അവന്റെ നടപ്പിന് തക്കവണ്ണം കൊടുക്കും. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയുമില്ല, ദൈവം ന്യായത്തെ മറിച്ച് കളയുകയുമില്ല. ഈ നല്ല പകലിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, എന്റെ കർത്താവ് ദുഷ്ടനോട് എതിർത്ത് നിൽക്കും, നീതിമാന് പരിചയം പലകയുമായി അവന്റെ കൂടെ നിൽക്കും. പ്രതികൂലവും പ്രതിസന്ധിയും ഒന്നിനു പുറകെ ഒന്നായി നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും നിന്റെ കൂട്ടാളിക്കും നേരെ മാറി മാറി അടിക്കുമ്പോൾ, ലോകത്തിലെ മനുഷ്യനെ നോക്കി, ലോകത്തിൽ നേർച്ച കാഴ്ചകൾ നടത്തി, ലോകത്തിൽ വലയാതെ എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ, എന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന് എന്നെ വിളിച്ച എന്റെ യേശു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവമേ, നീ എന്റെ കഷ്ടത കണ്ടുകൊണ്ടിരിക്കല്ലേ, ഇതിനൊരു പരിഹാരം തരണമെന്ന് ദൈവമുഖത്തേക്ക് നോക്കി പറയാൻ നീ തയ്യാറാകുമെങ്കിൽ, നിന്റെ കുഞ്ഞിന്റെ ഭാവി ജീവിതത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പിശാച് അവന്റെ വിദ്യാഭ്യാസത്തെ നഷ്ടപ്പെടുത്തി
നിന്റെ സാഹചര്യങ്ങൾ ദൈവത്തോട് അറിയിപ്പാൻ തയ്യാറാകണം. എന്നിട്ട് പറയണം, നീ എന്നെ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞെങ്കിൽ നിന്റെ മഹത്വം എന്റെ തലമുടവിൽ കണ്ടേ മതിയാകൂ എന്ന് പറഞ്ഞ് ദൈവമാകെ വേർപെട്ട് പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാകണം. സ്തോത്രം. അങ്ങനെ നീ പ്രാർത്ഥിച്ചാൽ സർവശക്തനായ ദൈവം നിന്റെ കണ്ണുനീരിന് മറികടന്നു പോകാതെ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് കരയണ്ട എന്ന് പറഞ്ഞ് നിന്റെ കണ്ണുനീര് തുടച്ചിട്ട് നിന്റെ സന്തതിക്ക് വേണ്ടി പുതിയ അത്ഭുതത്തിന്റെ വഴികളെ അവൻ തുറക്കും. വിശ്വാസമുണ്ട്. കരമുയർത്തി ഹല്ലേലൂയ പറയാ. കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്നാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാ. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം പഠിച്ചാൽ അവിടെ ഒരു ജോസഫിനെ കാണാൻ കഴിയും. സ്വത്രം. ഒരു ദർശനം കണ്ടതിന്റെ പേരിൽ എല്ലാവരാലും തഴയപ്പെട്ട് തള്ളപ്പെട്ട് അർത്ഥപ്രാണനായി പൊട്ടക്കണത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അവൻ ഉയരത്തിലേക്കൊന്ന് നോക്കി. തന്റെ സഹോദരങ്ങളിൽ ആരിലെങ്കിലും ഒരു കരുണയുണ്ടാകും എന്നവൻ കരുതി. പക്ഷേ കരുണയില്ലാത്ത കൂടപ്പുറപ്പുകൾ അവിടെ കടന്ന് ചാകട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരുവന്റെ ഉള്ളിൽ ഒരു ചിന്ത. സ്വത്രം. അവനെ പൊട്ടക്കണത്തിലേക്കണ്ട, അവനെ കരയ്ക്ക് കയറ്റി അടിമകൾക്ക് വിൽക്കാം. സ്വത്രം. അവൻ അടിമയായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൻ ഉടമയുമാകത്തില്ല, അവൻ മടങ്ങി വരത്തുമില്ല. കുഞ്ഞെ, നിന്റെ ചിന്തകളും വിചാരങ്ങളും ഈ ലോകത്തിന്റെ മോഹത്തിലാണെങ്കിൽ ഞാൻ വ്യക്തമായി പറയാം, ലോകമോഹം നിന്നെ കൊണ്ടെത്തിക്കുന്നത് ഏറ്റവും വലിയ അധമ പാതാളത്തിലും തകർച്ചയിലുമായിരിക്കും. ദൈവ ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നീ യാത്ര ചെയ്യാൻ തയ്യാറായാൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണും. നിന്റെ സന്തതി ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നീ ഒരു അനുഗ്രഹമാകും. അടിമച്ചന്തയിൽ നിൽക്കുന്ന യോസേഫിനെ പലരും വന്ന് നോക്കി, പലരും വിലപേശി, പലരും മുഖം തിരിച്ചു പോയി. കാരണം ഒരു ബാലൻ, അവനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, പക്ഷെ കാണാൻ സൗന്ദര്യമുള്ളവനാ. സ്വത്രം. ആ ബാലനെ ആർക്ക് ഇഷ്ടപ്പെട്ടെന്നറിയാമോ? ആ ബൊത്തിപ്പേറിന് ഇഷ്ടപ്പെട്ടു. സ്വത്രം. നല്ലൊരു ചെറുപ്പക്കാരൻ. കൊള്ളാം, ഇവൻ ഇച്ചിരി ആരോഗ്യം കൊള്ളതാ, ഇവനെ നമുക്ക് കൊണ്ടുപോകാം. സ്വത്രം. എന്തിനാ? അടിമവേല ചെയ്യിക്കുവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നൊരു പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നീ തല കുനിച്ച് നിൽക്കുന്നുവെന്ന് നിനക്ക് തോന്നാം. എല്ലാവരും നിന്റെ കുഞ്ഞുങ്ങളെയും കുറ്റം പറഞ്ഞ് ഒറ്റപ്പെടുത്തി മാറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എല്ലാ കാലത്തും നിന്നെ മാറ്റി നിർത്താൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന്റെ സമയം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ലോകം പറഞ്ഞ വാക്കുകളെ തിരുത്തി എഴുതിക്കൊണ്ട് സർവശക്തനായ ദൈവം നിന്റെ തല ഉയർത്തി മാനിക്കുന്ന വിശ്വാസത്തോടെ യോസേഫ് പറഞ്ഞതുപോലെ ആരൊക്കെ മറന്നാലും ദൈവം എന്നെ മറക്കില്ല. സ്വന്തം നോക്ക്. എപ്പോഴും യോസേഫിന്റെ അകത്ത് ഉറപ്പുണ്ട്, തന്റെ അപ്പന്റെ ദൈവം തന്റെ കൂടെ ഉണ്ടെന്ന്. ഇന്ന് പകൽക്കാലം കൂടെ പുറപ്പുകളെ ഞാൻ പറയട്ടെ, എന്റെ കുഞ്ഞിനെ, എന്റെ കൂട്ടാളിയെ, എന്നെ ദൈവം മറക്കത്തില്ല. ഇന്നയോളം എന്നെ കൊണ്ടുവന്നത്, നിങ്ങളുടെ പരിഹാസങ്ങളുടെ നടുവിൽ എന്നെ നിർത്തിയതും എന്റെ ദൈവമാണ്. ആ ദൈവം എന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദിവസമുള്ള പൂർണ്ണ വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ ആരെല്ലാം നിനക്കെതിരെ, നിന്റെ സന്തതിക്കെതിരെ വിചാരം ചെയ്താലും വിളിച്ചു നടത്തിയാലും വാടകോരി നിന്റെ വഴിയിൽ തകർത്തുകളെ വെല്ലുവിളിച്ചാലും നീയും നിന്റെ സന്തതി പുറത്തു വരുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ടവളുമായിട്ടാണെന്ന് തിരിച്ചറിയാൻ ശ്രമിച്ച മഹത്വം ദൈവത്തിന് കൊടുക്ക്. എല്ലാ മേഖലയിലും നീ അപമാനിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും. നിന്റെ കുഞ്ഞുങ്ങൾ അപമാനിക്കപ്പെടുന്നുണ്ടായിരിക്കും. പക്ഷേ എന്റെ ദൈവം പറഞ്ഞത്, നിനക്ക് മുമ്പേ ഞാൻ ഈ അപവാദങ്ങളും അപമാനങ്ങളും കേട്ടവനാ. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. സ്വത്രം. യേശു പറഞ്ഞതാ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്വത്രം. വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ആമേൻ പറ. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ കരമൊക്കെ അല്ലേ പറഞ്ഞു. സ്വത്രം. സർവശക്തൻ ഒരിക്കലും വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനല്ല. നമ്മളൊക്കെ മാറും. സാഹചര്യങ്ങൾ നോക്കി, സന്ദർഭങ്ങൾ നോക്കി, ആളിന്റെ മുഖം നോക്കി, സഭയുടെ ക്വാളിറ്റി നോക്കി, വരുന്നവരുടെ വിശ്വാസം നോക്കി ഒക്കെ മാറിപ്പോകും. സ്വത്രം. ചിലരൊക്കെ പറയുന്നൊരു കാര്യം, അവിടെ 4-5 പേരേ ഉള്ളൂ, ഇവിടെയാണെങ്കിൽ വലിയ ആൾക്കാർ, നിറച്ച ആൾക്കാർ, വലിയ ബിസിനസ് കാർ വരെ ഉണ്ട്. നമ്മുടെ ചർച്ചിൽ ആരുമില്ല. സ്വത്രം. പക്ഷെ ദൈവമുണ്ട്. സ്വത്രം. ദൈവമുണ്ട്. ആള്
കൂടുന്നിടത്ത് പാമ്പ് ചാവത്തില്ലെന്ന് പണ്ടാരോ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കൂടുന്ന കൂട്ടത്തിനകത്തെ ചിലര് പറഞ്ഞ സാക്ഷ്യം ഞാൻ പറയാം. എന്റെ പൊന്നു പാസ്റ്റേ, ഞങ്ങൾ 10,000 പേര് കൂടുന്നുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ അവർ തയ്യാറല്ല. ഞാൻ ഒന്ന് കാത്തു നിന്നാൽ പോലും എന്നെ കണ്ട മുഖം തിരിച്ചു പോവുക. സ്വത്രം ഞാനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വിളിച്ചു പറഞ്ഞ ഫോൺ പോലും എടുക്കത്തില്ല. സ്വത്രം ആള് കൂടിയതിന് എന്ത് കാര്യം? സ്വത്രം കണ്ണുനീരിൽ വിതയ്ക്കുന്നവൻ അർപ്പോടെ കൊയ്യുമെന്ന് ദൈവത്തിന്റെ തിരുവെടുത്ത് പറയുന്നുവെങ്കിൽ കുഞ്ഞ് നീ കരയേണ്ടത് ദൈവത്തിന്റെ മുമ്പിലാ. സ്വത്രം ദൈവത്തോട് കൂടെ വസിച്ചുകൊണ്ട് ദൈവത്തോട് സങ്കടങ്ങളെ പറയാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്റെ കണ്ണുനീര് ആനന്ദമാകും. കൊട്ടാരത്തിനകത്ത് നിൽക്കുന്ന യോസേഫ് അപമാനിക്കപ്പെട്ടവനായി സ്വത്രം കൽത്തുറങ്കൽ അടയ്ക്കപ്പെടുമ്പോഴും അവന്റെ അകത്തൊരു ഉറപ്പുണ്ട്, എന്റെ കൂടെ ദൈവമുണ്ട്. സ്വത്രം എല്ലാ നിലയിലും നീ നിന്റെ മക്കൾ ഒറ്റപ്പെട്ടെന്ന് നിനക്ക് തോന്നാം. നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ കരുതുവാൻ, നിന്റെ കൈപിടിച്ചൊന്ന് കൊണ്ടുപോയി നീ ആഗ്രഹിക്കുന്നിടത്ത് ആക്കുവാൻ ആരുമില്ലെന്നൊരു പക്ഷെ നിനക്ക് തോന്നാം. പക്ഷേ കുഞ്ഞെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആരുമില്ലാത്തവൻ ആശ്രയമായിട്ടാ സർവശക്തൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് അവരെ നോക്കി പുറുപുറുക്കാതെ കുറ്റം പറയാതെ നിന്നെ കരുതാമെന്ന് പറഞ്ഞ സർവശക്തന്റെ കരത്തിൽ നിന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. എന്നിട്ട് പല കർത്താവേ, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും നിന്റെ മഹത്വം എനിക്ക് കണ്ടാ മതി. ശരീരം മുഴുവനും വ്രണം നിറഞ്ഞ് ജീവനത്തിൽ സ്നേഹിച്ച തന്റെ ഭാര്യ പോലും പോയി ചത്തുകളയ മനുഷ്യ എന്തിനിങ്ങനെ നരകിച്ച് ജീവിക്കുന്നു ചോദിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഇയ്യോബ് പറഞ്ഞൊരു വാക്കൊന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണേ. സ്വത്രം ഒരു പൊട്ടി പറയുന്നത് പോലെ, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ, എന്റെ സഹോദരി നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? യഹോവ തന്നതാ. നാം അനുഭവിച്ച നന്മയും സന്തോഷവും സുഖ സൗഭാഗ്യങ്ങളും ദൈവം തന്നതാ. അത് ദൈവം എടുത്തു. എന്തിന് പിറുപിറുക്കണം? അവന്റെ മഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യും. ഇങ്ങനെ തന്നെ ഇല്ലാതായാലും ദേഹസഹിതനായി ഞാൻ എന്റെ പ്രിയനെ കാണും. രോഗം ശീലിച്ച ശരീരമായിട്ടല്ല, പുണ്ണുപിടിച്ച ശരീരമായിട്ടല്ല, തകർന്നുടഞ്ഞ ഹൃദയമായിട്ടല്ല ഞാൻ എന്റെ പ്രിയനെ കാണാൻ പോകുന്നത്. തേജസ്സോടെ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഭൂമിയിൽ കരഞ്ഞും വിലപിച്ചും ആരുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് നീ നടക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളും വിചാരങ്ങളും നിരൂപണങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്കുക. സ്തോത്രം, മഹത്വം ദൈവത്തിന് കൊടുക്ക്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം നാം ഒന്ന് കണ്ടാൽ, സ്തോത്രം, തേരഹ് മരിച്ചു. അബ്രഹാം എന്ത് ചെയ്യണം അറിയാൻ കഴിയായിരിക്കും. സ്വർഗം വിളിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന്റെ വിളി കേട്ടിട്ട് ഇടത്തും വലത്തും നോക്കാതെ തന്റെ മുമ്പുള്ള അനുഗ്രഹത്തെ കണ്ടുകൊണ്ട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വത്രം മറ്റാരോടും അനുവാദം ചോദിക്കാതെ ദൈവശബ്ദത്തിന് പിൻപിൽ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങളും കഷ്ടങ്ങളും കടന്നു വന്നപ്പോഴും അബ്രഹാം ദൈവത്തെ വിട്ടു പോയില്ല. സ്വത്രം, സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞത് സുഖിക്കാൻ വാന്നല്ല പറഞ്ഞത്. കഷ്ടമുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, ഭയപ്പെടണ്ട. സകലത്തിന് ജയിച്ച് ഞാൻ നിന്റെ കൂടെ. അതുകൊണ്ട് നീ തോൽക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ ജയിച്ചു പുറത്തു വരും. സ്വത്രം, നീ തോറ്റു പോകും എന്നല്ല സ്വർഗത്തിൽ പറഞ്ഞത്. നീ ജയിച്ചു പുറത്തു വരും. നിന്റെ കഷ്ടങ്ങൾ മാറും, നിന്റെ രോഗം മാറും, നിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറും, നിന്റെ ചെറ്റപ്പുര മാറും. നീ നടന്ന് ക്ഷീണിച്ച നിന്റെ കാലുകൾക്ക് യാത്ര ചെയ്യാൻ വാഹനം തരും. നിന്റെ കീറുവസ്ത്രം മാറ്റി വെള്ള വസ്ത്രം ഞാൻ നിനക്ക് തരും. ആരാ പറഞ്ഞത്? സ്വത്രം, അപ്പനല്ല, അമ്മയല്ല, കൂടപ്പുറപ്പുകളല്ല. അപ്പനും അമ്മയും പറഞ്ഞു നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല, നീ നന്നാവത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നന്മ ഉണ്ടാകത്തില്ല, ഒരു ഭാവി ഉണ്ടാകത്തില്ല, അവർക്കൊരു കുടുംബജീവിതം ഉണ്ടാകത്തില്ല, നീ നിന്റെ മക്കൾ ഇങ്ങനെ നശിച്ചു പോകും. പക്ഷെ സ്വർഗം പറഞ്ഞു, മോനെ കരയേണ്ടടാ, ഞാൻ നിന്റെ കൂടെയുണ്ട്. വിശ്വസിച്ചുകൊണ്ട് നീ ഇറങ്ങിയെങ്കിൽ കുഞ്ഞ് നീ പരാജയപ്പെടത്തില്ല. നിന്റെ നിന്നിച്ചയുടെ മുമ്പിൽ നിന്റെ തല ഉയർത്തി മാനിക്കുന്ന ദേവസമിതിക വിദൂരമെന്ന് മനസ്സിലാക്കിയിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്കുക. ഒരു പോഷനെ പോലെ, ഒരു പൊട്ടിയെ പോലെ, ഒരു പൊട്ടനെ പോലെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാണെന്നൊന്ന് പറഞ്ഞു നോക്ക്. സ്വത്രം, ഇത് കേൾക്കും പിശാച് വിറയ്ക്കും.
സ്വത്രം. പിശാചു വിറയ്ക്കും. കാരണം നിന്റെ തകർച്ചയുടെ നടുവിലും നിന്റെ വേദനയുടെ നടുവിലും നീ ദൈവത്തെ കുറ്റം പറയാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ ഇപ്പോഴും നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് ഓർത്താൻ വിറയ്ക്കും. നോക്ക്, പിശാച് ദൈവത്തിനടുക്ക ചെന്നിട്ട് എന്താ പറയുന്നത്? നീ അവന് ഈ പ്രതിസന്ധിയുടെ നടുവിലും വലിയ സംരക്ഷണമല്ലേ കൊടുത്തേക്കുന്നത്? സ്വത്രം. അവനെ നീ സുരക്ഷിതമായി കാത്തിരിക്കല്ലേ, അവന്റെ കുഞ്ഞുങ്ങൾക്ക് കാവൽ നിർത്തിയേക്കല്ലേ. അതൊക്കെ ഒന്ന് നഷ്ടപ്പെടുത്ത്. സ്വർഗം കൊടുത്തതിനെ സ്വർഗം നഷ്ടപ്പെടുത്തില്ല. മനസ്സിലായെങ്കിലല്ലേ പറ. പിന്നെ ആരാ അത് നഷ്ടപ്പെടുത്തുന്നത്? പിശാച. അതിനാ ദൈവത്തിന്റെ തിരുവെഴുത്ത് പറഞ്ഞ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അതിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മളോ എതിർത്ത് നിൽക്കുക, നമ്മളോടും. സ്വത്രം. പിശാച് ഓടിപ്പോകുമെന്ന് പറഞ്ഞപ്പോ പിശാചിനൊക്കെ നമ്മൾ മുമ്പേ ഓടും. പക്ഷെ ഞാനിങ്ങനെ പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവനാ. ഒരു പിശാചും ഒരാഭിചാരവും ഒരു വിളിച്ചു നേർച്ചയും എന്നെയും എന്റെ കുഞ്ഞുങ്ങളെ തൊടത്തില്ല. ഞാൻ രക്തത്താൽ മുദ്രയിടപ്പെട്ടവനാ. ഞാൻ യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവളാ. എന്റെ ഭവനം ദൈവം വസിക്കുന്ന ഭവനമാണ്. എന്റെ സന്തതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയാ. മാതാവേ, പിതാവേ, കൂടപ്പുറപ്പേ, ഇക്കാലത്ത് നിനക്ക് ഉത്തമ ബോധ്യത്തോടെ അത് പറയാൻ പറ്റുമോ? ഇച്ചിരി വിഷമോ? കാരണം ഇത് പറയുമ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും നോക്കും, അവരെ ഇവരെ നോക്കും. ഞാൻ പറയാം, ഒരു പൊട്ടനെ പോലെ, ഒരു ഭോഷനെ പോലെ എന്തെല്ലാം വന്നാലും ഞാൻ കർത്താവിന്റെ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യുമെന്ന് പാവപ്പെട്ട ഉപദേശി പാടിയപ്പോൾ സ്വർഗം അനുഗ്രഹിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിലും നീ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിന്റെ സന്തതിയുടെ മുമ്പിൽ വഴി തടയുന്ന പിശാച് മാറും. അവന്റെ ഭാവിയെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സകല ബന്ധനങ്ങളും അഴിയും. നിന്റെ കൂട്ടാളിയെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവ് നിത്യത്തിൽ എത്തും വരെ കാക്കുവാൻ ശക്തനാ. സ്വത്രം. നിന്റെ കലവറയിലെ നന്മ കുറഞ്ഞു പോകാതെ ഇന്ന് വരെ സൂക്ഷിച്ച ദൈവം ഇനി നിറയ്ക്കാൻ കഴിവുള്ളവനാ. വാഹനവുമായി കടന്നു പോകുന്ന പലരും വഴിയിൽ ചതഞ്ഞറിയുമ്പോൾ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി സ്വർഗം സൂക്ഷിച്ചെങ്കിൽ കുഞ്ഞെ ദൈവത്തിന്റെ കരുണയാണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്ക്. നമ്മുടെ മിടുക്ക, നമ്മുടെ കഴിവ്, നമ്മുടെ ഡ്രൈവിംഗിന്റെ ആ മഹത്വം കൊണ്ട് അല്ല കുഞ്ഞെ, ദൈവം സൂക്ഷിച്ചത് കൊണ്ടാ. ദൈവത്തിന് നന്ദിയുള്ളവരായി, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി, ദൈവത്തോട് കൂടെ വസിപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ വ്യക്തമായി പറയട്ടെ, അവൻ നിന്നെ അനുഗ്രഹിക്കാതെ പോകത്തില്ല. സ്വത്രം. നോക്ക്, അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയിട്ട് എത്ര വർഷം നടത്തി? എത്ര വർഷം നടത്തി? 30 വർഷം. സ്വത്രം. സ്വത്രം. 20 വർഷം. സ്വത്രം. എന്നിട്ട് അബ്രഹാം ചോദിച്ച ഒരു ചോദ്യങ്ങളുണ്ട്. നീ എനിക്ക് മക്കളെ തരാമെന്ന് പറഞ്ഞ്, നീ എനിക്ക് മക്കളെ തരാമെന്ന് പറഞ്ഞ്, എന്നിട്ട് എനിക്ക് മക്കളെ തന്നില്ല. സ്വത്രം. ദൈവം അവനോട് പറഞ്ഞു വാക്കെന്തുവാ? മോനെ, നീ ആ കൂടാരത്തിനകത്തിരിക്കാതെ നീ പുറത്തുവാ. നീ എപ്പോഴും അവിടെ ഇരുന്ന് ഇങ്ങനെ പുറകുറുത്ത് കരഞ്ഞ് ആകെ വല്ലാത്ത ഒരു അവസ്ഥയിലാവാതെ നീ പുറത്തുവാ. അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നത് അകത്തിരുന്ന പലതും കാണാൻ പറ്റത്തില്ല. പുറത്തു വരും. അകത്ത് വേറെ പലരും ഉണ്ട്. സ്വത്രം. അവർക്കൊന്നും കൊടുക്കാവുന്ന വാഗ്ദത്തമല്ല ഞാൻ നിന്നോട് പറഞ്ഞത്, നിനക്ക് മാത്രമുള്ളതാ. സ്വത്രം. നിന്റെ ഭാര്യയോടല്ല എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിന്നോടാ പറയാനുള്ളത്. കാരണം നീയാ എന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയത്. അവർ നിന്റെ കൂടെ വന്നവർ. ഹല്ലേലൂയ പറഞ്ഞു. സ്വത്രം. കൂടെ വരുന്നവർ കുറച്ചേ കാണത്തുള്ളൂ, കർത്താവിന്റെ കൂടെ നിൽക്കുന്നവർ അധികം കാണും. സ്വത്രം. ഞാൻ വ്യക്തമായി പറയാം, ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഭവനത്തിൽ പോയപ്പോ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഞാൻ ചത്തു കഴിഞ്ഞാൽ എന്റെ പെൻഷൻ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾ വന്ന് ആ ബാങ്കിൽ ഒരു ഒപ്പിട്ട് തരണം.
ശരി, ഞാൻ വന്ന് ഒപ്പിട്ട് തരാം. ബാങ്കിൽ ഒപ്പിട്ടിട്ട് തിരിച്ചിറങ്ങി വരുമ്പോ അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു, സാരമില്ലടോ, ഇത് കൈ വെച്ചോ. സ്വത്തം ഒരു ചെറിയൊരു പൈസ എടുത്ത് എൻ്റെ വൈഫിന് കൈ കൊടുത്തപ്പോ അവളുടെ മനസ്സ് നിറയുന്ന, കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു, സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു. ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വർഗം കൊടുക്കാൻ തന്നെങ്കിൽ, സ്വത്തം സർക്കാർ കൊടുക്കുന്ന പെൻഷന് വേണ്ടി ഒപ്പിടാൻ കയറി ഇറങ്ങി നടക്കുമ്പോൾ ആരുടെയും കയ്യിൽ ഒപ്പിടാതെ ദൈവം തന്ന ആ നന്മ കൊടുത്ത എന്റെ ഉള്ളത്തെ സന്തോഷമാണ്. സ്വത്രം മാസാമാസം എണ്ണി വാങ്ങിക്കുന്ന ശമ്പളത്തിന് ചുട്ട് കണക്ക് പറയും. പക്ഷെ ദൈവം തരുന്ന നന്മയ്ക്ക് എത്ര കണക്ക് പറഞ്ഞാൽ പറ്റും? കണക്കില്ലാതെ കണക്കിലും അധികം തന്നു നിറയ്ക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് കൊണ്ടാണ് ദൈവം തരുന്നത്. ഈ നല്ല പകൽ വ്യക്തമായി പറയട്ടെ, നിന്റെ കുഞ്ഞാണോ നിന്റെ മുമ്പിൽ ഒരു ബാധ്യതയായിട്ട് നിൽക്കുന്നത്? നിന്റെ കൂട്ടാളിയാണോ നിന്റെ മുമ്പിൽ ഒരു ബാധ്യതയായിട്ട് നിൽക്കുന്നത്? നിന്റെ കുടുംബജീവിതമാണോ നിനക്കൊരു ബാധ്യതയായി തോന്നുന്നത്? ആ ബാധ്യത നീ ചുമന്നോട് നടക്കാതെ ദൈവത്തിന്റെ കരുത്തിൽ കൊടുക്ക്. എനിക്ക് കുടുംബം തന്ന ദൈവം, എനിക്ക് കൂട്ടാളിയെ തന്ന ദൈവം, എനിക്ക് ജീവിക്കാൻ സാഹചര്യം ഒരുക്കി തന്ന ദൈവം ഇനിയും നടത്തുവാൻ ശക്തനാണെന്ന് പറഞ്ഞ ആമേ പറ. നമുക്ക് അതിനൊന്നും സമയമില്ല. നമുക്ക് സീരിയൽ കാണണം, പിന്നെ അയൽക്കൂട്ടത്തിന് പോകണം, സ്വത്രം നുണയും കൊതിയും പറയണം, സ്വത്രം മറ്റുള്ളവരെ എങ്ങനെ താത്ത് കെട്ടാവോ അങ്ങനെ ചെയ്യണം. നമ്മുടെ സൗകര്യങ്ങളല്ല പറയുന്നത്, നമ്മുടെ ലോകത്തിന്റെ കഥയായി പറയുന്നു. സ്വത്രം അങ്ങനെ ലോകസുഖങ്ങളിൽ ലോകമോടിയിലും ഇങ്ങനെ സുഖിച്ച് മതിച്ച് പുറത്ത് ജീവിക്കുമ്പോ കുഞ്ഞ് നിന്നെ കരുതുന്ന ദൈവത്തിന് നീ മഹത്വം കൊടുത്താണല്ലോ, നീ ഒരിക്കലും ആരുടെ മുമ്പിൽ തല കുനിക്കാൻ ദൈവം വിടത്തില്ല. നീ ചോദിക്കുന്നതിന് ചിന്തിക്കുന്നതിന് ഉപരിയായി ദൈവത്തിന് നടത്തും. സ്വത്രം ഒരാള് പറഞ്ഞ്, സ്വത്രം അങ്ങ് തമിഴ്നാട്ടിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്ന് ഉരുണ്ട ഇല്ലെങ്കിൽ മുട്ടിലഴഞ്ഞ ഇതൊക്കെ ഇനി വരും. വെറുതെ മുട്ടും പോയി സ്വത്രം ഉരുണ്ട് കുറെ മണ്ണും പറ്റിയതല്ലാതെ തിരിച്ചു വന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ കേട്ടതാ, ഭയങ്കര ക്ഷീണം. 21 ദിവസം വെള്ളം കുടിക്കാതിരുന്ന് ആത്മാവിൽ ആകെ തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വം കൊടുത്ത് പോകുന്ന ആ വ്യക്തി പറയുക, എത്ര ബലമുണ്ടെന്നറിയാം, എത്ര സന്തോഷം, ഇനി വേണമെങ്കിൽ 10 ദിവസം കൂടി ഇരിക്കാം. എന്താ കാര്യം? ഇരുന്നതേ ദൈവത്തോട് കൂടെയാ. സ്വത്രം കേട്ടതേ ലോകത്തിന്റെ വാക്കുകള, ദൈവത്തിന്റെ വചനമാ, അത് ജീവൻ നൽകുന്നതാ. കർത്താവ് പറഞ്ഞു, മക്കളെ നിങ്ങളെ കൊണ്ട് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, എന്റെ കാര്യത്തിൽ ഞാൻ നിവർത്തിച്ചു തരാം. സ്വന്തം സർവശക്തനായ ദൈവമുണ്ടല്ലോ, നിന്നെ വിളിച്ചത് നിരാശയോടെ കണ്ണുനീരോടെ നിലവിളിച്ചുകൊണ്ട് നടക്കാനല്ല, സന്തോഷത്തോടെ നീ ആരാധിക്കാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്ന ഏതൊക്കെ വിഷയമുണ്ടോ അതിനൊക്കെ മറുപടി തന്ന് നിന്നെ ജയത്തോടെ നടത്താൻ കർത്താവ് മതിയാവന. അതുകൊണ്ട് നിന്റെ ഭാരം കർത്താവിന്റെ സന്നിധിയിൽ വെക്കേ. അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ പുറത്തിറങ്ങി വന്ന് നോക്ക്, നീ കാണുന്നത് ഞാൻ നിനക്ക് തരും. സ്വത്രം എന്താ നക്ഷത്രത്തെ തരുമെന്നോ? അല്ല, നക്ഷത്രങ്ങളെ പോലെ മക്കളെ തരും. സ്വത്രം കടൽക്കരയിലെ മണത്തരി പോലെ ഞാൻ മക്കളെ തരും. സ്വത്രം വാഗ്ദത്തം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുവാനായി അബ്രഹാം കാത്തിരുന്നെങ്കിൽ നോക്കി 25 വർഷം തന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ വാഗ്ദത്തത്തിന് നടുവിൽ താൻ ചെയ്തു പോയ ചില തെറ്റുകൾക്ക് ഒരു ശിക്ഷ ദൈവം കൊടുത്തു. അബ്രഹാം അല്ലേ, ഞാൻ വിളിച്ചിറക്കിയതല്ലേ, എന്റെ വാക്ക് കേട്ട് എല്ലാം വിട്ടിട്ട് വന്നവനല്ലേ, അതുകൊണ്ട് സാരമില്ല, സോറി, മോനെ സാരമില്ലടാ, ഞാൻ ക്ഷമിച്ചേക്കെന്ന് പറഞ്ഞോ? പറഞ്ഞോ? തിരുവഴുത്ത് പറയുന്നത് ഒവ്വ് എന്നും ഇല്ല എന്നുമാ. അങ്ങനെയെങ്കിൽ പോൾ പാസ്റ്റ് ആയാലും വൃത്തികേട് കാണിച്ച ആടി ഉറപ്പാ. അതേത് പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചാലും അത് പോകത്തില്ല. ദൈവം സൗഖ്യം അങ്ങനെ പോകത്തുള്ളൂ. സാരങ്ങളെ 39 വർഷം ഞാൻ കണ്ട ദൈവമുണ്ടല്ലോ, കരുണയും ദയയും ദീർഘക്ഷമയുള്ള ദൈവമാണ്. എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടോ അതിനൊക്കെ നല്ല അടി എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പിന്മാറിപ്പോയിട്ടില്ല, ആരോടും പരാതി പറയാൻ പോയിട്ടില്ല, ആരുടെ മുമ്പിൽ ഞാൻ അടികൊണ്ടെന്ന് പറഞ്ഞ് വീണ് കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടുമില്ല. പക്ഷെ അപ്പോഴൊക്കെ ദൈവത്തോട് പറഞ്ഞ കാര്യം, സോറി അപ്പാ, എന്നോട് കരുണ തോന്നണമേ. ശിക്ഷ തന്നിട്ടാ കരുണ കാണിച്ചിട്ടുള്ളത്.
അത് കരുണ തന്നങ്ങ് വീണ്ടെടുത്തതല്ല, ശിക്ഷ തന്നിട്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് വ്യക്തമായി മനസ്സിലാകണം. അവൻ അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം സ്വത്രം മറുപടി കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിന് മറുപടി കിട്ടിയോ? സ്വത്രം ദാവീദിന് മറുപടി കിട്ടിയോ? കിട്ടി. എങ്ങനെ? അടി കൊണ്ടിട്ട്. സ്വത്രം ആണോ? അബ്രഹാം മക്കളുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ഹാഗാറിനെ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു കൊടുത്തു. ആരെ വാക്കിനാൽ? അബ്രഹാമിന്റെ പ്രിയപ്പെട്ട പത്നിയായ സാറായുടെ വാക്ക് കേട്ട്. സ്വത്രം ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അത് അബ്രഹാമിന് സന്തോഷമായോ? ഇല്ല. അത് കണിയായി, കെണിയായി, കുരുക്കായി, സ്വസ്ഥത നഷ്ടപ്പെടുത്തി. സ്വത്രം വ്യക്തമായി പറയട്ടെ, നിന്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ ഒരു പരസ്യക്കോലമാകാനല്ല, നിന്റെ തല ഉയർത്തി മാനിക്കാൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വഴുതി പോകരുത്. ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്വത്രം. പക്ഷേ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ സർവശക്തനായ ദൈവം ഹാഗാറിന് ഒരു തലമുറയെ കൊടുത്ത അബ്രഹാമിനെ ഓർത്ത് ആ തലമുറ അനുഗ്രഹിച്ചു. ഹാഗാറിനെ അനുഗ്രഹിച്ച നല്ല പറഞ്ഞത്, പകരം അബ്രഹാമിന്റെ സന്തതിയായ ഇസ്മായിലിനെ ദൈവം അനുഗ്രഹിച്ചു. വ്യക്തമായി ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, സർവശക്തനായ ദൈവത്തിന്റെ കരം നിന്റെ കൂടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കുക. നാട്ടുകാർ ചോദിച്ചില്ലേ, ഇനി എന്താന്ന്, ഇനി എപ്രകാരമാണെന്ന്, ഇനി എങ്ങനെയെന്ന്? ആ ചോദ്യം നിന്റെ അകത്ത് വീണപ്പോൾ നിനക്ക് വേദന ഉണ്ടായല്ലേ? ഉത്തരമില്ല. ഇതുപോലെ പല സന്ദർഭങ്ങളിലും ഞാൻ ഒരു ഉത്തരത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്. എല്ലാ വഴികളും മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടപ്പോഴും ഞാൻ വിശ്വസിച്ചൊരു വിശ്വാസമുണ്ട്, എന്നെ ഇവിടുത്തോളം കൊണ്ടുവന്നവൻ ഇനിയും കരുതുവാൻ ശക്തനാണ്. ഈ നല്ല പകൽക്കാലം പറയട്ടെ, കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന യോസേഫ് പുറത്തു വന്നിട്ട് ആരെയും കുറ്റം പറഞ്ഞില്ല, ആരെയും ദ്രോഹിച്ചില്ല, ആർക്കും ഒരു ദോഷം ചെയ്യാൻ നിന്നില്ല. സ്വത്രം. തന്നെ കുറ്റം വിധിച്ചവരെയും തള്ളിപ്പറഞ്ഞവരെയും തള്ളിക്കറിഞ്ഞവരെയും ചേർത്ത് പിടിച്ചു. സ്വത്രം. തന്നെ താനാക്കി തീർത്ത ദൈവത്തിന് മഹത്വം കൊടുത്തു. തന്റെ ഉയർച്ച കണ്ടവർ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും ദർശനത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തിയ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും കണ്ണുമങ്ങിയ അപ്പന്റെ മുമ്പിൽ കാഴ്ചയായി തന്റെ മകനെ കൊണ്ടു നിർത്തുന്ന സ്വർഗത്തിൽ അപ്പൻ മനസ്സറിവ് തോന്നിയെങ്കിൽ ഈ നല്ല പകലിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങളോട് ചെയ്ത വാഗ്ദത്തം അവൻ മാറുകയില്ല. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടേണ്ടതിന് നീ ദൈവത്തിന് മഹത്വമായി മാറണം. കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ സുവിശേഷം പഠിക്കുമ്പോൾ 17-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. സ്വത്രം. സ്വത്രം. നിങ്ങൾ പോയി ഉപവസിക്ക്, നിങ്ങൾ പോയി പ്രാർത്ഥിക്ക്, നിങ്ങളുടെ അവിശ്വാസം മാറട്ടെ, വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു പുറത്തു വാ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങളിൽ വെളിപ്പെട്ടു വരും. അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവ മഹത്വം അവരുടെ വെളിപ്പെട്ടെങ്കിൽ ഈ വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലം ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ, എന്റെ കർത്താവ് നിങ്ങളെ വിളിച്ചത് സ്വത്രം വല്ലവന്റെ മുമ്പിൽ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് കരം നീട്ടി, അയ്യോ കഷ്ടമായി പോയി, രോഗമായി, പ്രതികൂലമായി, പ്രതിസന്ധിയായി, ഇനി ഒരിക്കലും ജയിക്കത്തില്ലെന്ന് പറയാനല്ല. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ, അവൻ എന്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനെന്ന് പറയാനാ. അങ്ങനെയെങ്കിൽ ഇന്ന് വരെ നീ നിന്നതല്ല. സ്വത്രം. എപ്പോ കർത്താവ് നിന്നെ വിളിച്ചോ അന്ന് പോലെ നിന്നെ നിർത്തിയതാണ്.
പ്രതികൂലങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ, നഷ്ടങ്ങൾ വന്നപ്പോൾ, കഷ്ടങ്ങൾ വന്നപ്പോൾ, പലരും ലോകത്തുനിന്ന് തന്നെ മാറ്റപ്പെട്ടപ്പോൾ അതിനെല്ലാം അതിജീവിപ്പാൻ സ്വർഗ്ഗം നിനക്ക് കൃപ തന്നെങ്കിൽ കുഞ്ഞ്, നീ എന്തൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം വന്നിട്ടുണ്ടോ, അത് 1000 മടങ്ങ് തന്നു നിറപ്പാൻ എന്റെ യേശു കർത്താവ് മനസ്സുള്ളവനായി ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. ഒരു ആമേൻ പറ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ശക്തനാക്കുന്ന മുഖം ഞാൻ സകലത്തിൽ മര്യാദ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തിന് കരമടിച്ച് ദൈവത്തിന് ആരാധിച്ചട്ടെ. ഒരു പുത്തൻ ശക്തി, ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ ദൈവകൃപ, ഇന്നലെ വരെ കാണാത്ത ഒരു പുതിയ നന്മ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവിക്കെതിരെ പോരാടി മുൻപോട്ട് വിടാതെ വണ്ണം അവരുടെ ജോലി മേഖലയെ ബ്ലോക്ക് ചെയ്ത്, കുടുംബജീവിതത്തെ ബ്ലോക്ക് ചെയ്ത്, കുടുംബത്തിനകത്ത് സ്വസ്ഥത തല്ലിക്കെടുത്തുന്ന സകല ദുഷ്ടപ്പിശാചിന്റെ മണ്ഡലം സ്വർഗ്ഗത്തിനും ഭൂമിക്ക് നാഥനായ യേശുവിന്റെ പുണ്യത്തിൽ നീങ്ങി പോകട്ടെ. ഈ നല്ല പകലിൽ നിങ്ങളുടെ കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സേവിച്ചത് ലോകത്തെയാണോ? നിങ്ങൾ ആരാധിച്ചത് ലോകത്തിലെ ജീവനില്ലാത്ത ദേവന്മാരെയാണോ, ദേവിമാരെയാണോ? ജീവിക്കുന്ന ദൈവത്തെ അല്ലേ? ആ ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? നീ ഒരു അനുഗ്രഹമാണ്. ശത്രം, നീ ഒരു അനുഗ്രഹമാകും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ അനുഗ്രഹത്തെ തടുത്തു നിർത്തുന്ന, ആ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന പിശാചിനോട് പോരാടാൻ സ്വത്രം എന്ത് ചെയ്യണമെന്നറിയാമോ? ആത്മാവിൽ ജാഗരിക്കണം. രാത്രിയാമങ്ങളിൽ ഉണർന്നിരുന്ന് ദൈവത്തോട് പറയണം. കൂട്ടു സഹോദരിയോട്, കൂട്ടുവിശ്വാസിയോട്, ദൈവദാസനോട്, സ്വത്രം പ്രവാചകന്മാരോടൊക്കെ പറഞ്ഞാൽ ഒരു പരിധിവരെ മറുപടി കിട്ടത്തുള്ളൂ. പക്ഷേ നീ മാറിയിരുന്ന ദൈവസന്നിധിയിൽ രാത്രിയാമങ്ങളിൽ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, വിശ്വാസം കുറഞ്ഞു പോയതിന്റെ കൂട്ടാളിയുടെ കട്ടിലിനരികിൽ നീ ഒന്ന് കരയാൻ ആഗ്രഹിക്കുമെങ്കിൽ, നിന്റെ കുഞ്ഞിന്റെ കട്ടിലിനരികിൽ നീ ഒന്ന് മുഴങ്കാല് മടക്കാൻ കഴിയുമെങ്കിൽ, നിന്റെ കലവറയ്ക്കകത്ത് നീ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, കൂടെ പുറപ്പെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ വ്യക്തമായി പറയാം, ഏതെല്ലാം ശത്രു നിനക്കെതിരെ വാടകോരിയാലും, ഏതെല്ലാം ആഭിചാര മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ ആരെല്ലാം മെനഞ്ഞാലും അതിനെയൊക്കെ തകർത്തുകൊണ്ട് സ്വർഗ്ഗം നിനക്ക് നിന്റെ സന്നിധിക്ക് ജയം തരും. ആ ജയം ലോകം കാണും. അത് ദൈവം വിളിച്ചു പറയും, ഇവനെന്റെ സന്തതി, ഇവനെന്റെ മകൾ, ഇവനെന്റെ മകൻ, ഞാൻ ഇവനെ അനുഗ്രഹിക്കുമെന്ന്. ഇത്ര നല്ല ദൈവത്തിന് ഒരു പൊട്ടനെ പോലെ, പൊട്ടിയെ പോലെ മഹത്വം കൊടുക്കാം. ശത്രം ഇന്ന് വരെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയാം. എല്ലാ കണ്ണുകളും അടയട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ നീതി ആത്മാവിൽ ചലിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് പകൽക്കാലം ഒന്ന് ചലിച്ചു തുടങ്ങട്ടെ. ഉള്ളു തുറന്നൊന്ന് പ്രാർത്ഥിച്ച്, ഉള്ളു തുറന്നൊന്ന് ദൈവത്തെ സ്തുതിച്ച്, നടത്തി വിധങ്ങളിൽ കരുതിയ നന്മകളും ഓർത്ത് ഒന്ന് ദൈവത്തിന് സ്തുതി കരയറ്റിയാട്ടെ. ആത്മാവിൽ ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ കഴിയുമെങ്കിൽ ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചട്ടെ. പുത്തൻ അഭിഷേകം ഇന്ന് പകൽക്കാലം വ്യാപരിക്കട്ടെ. പുതിയ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകട്ടെ. തലമുറ ഭാവിയെ നോക്കി ചെയ്ത് അവരുടെ ജോലി മേഖല ഇല്ലാതാക്കി അപകടങ്ങൾ കൊണ്ടുവന്ന് ആപത്തുകൾ പെടുത്തി ദൈവനാമം ദുഷിക്കപ്പെടുമാറാക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ. ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിച്ച് ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. സകല പൈശാചിക മുഖങ്ങളും ഈ പകൽക്കാലം തകർന്നു വേട്ടെ. കുഞ്ഞ്, നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാ. ഈ പകൽക്കാലം നീ ചവിട്ടുന്ന ശത്രുവിന്റെ തലയാ, നീ ചവിട്ടുന്ന പിശാചിന്റെ തലയാ, നീ ശാസിക്കുന്ന പിശാചിനെയാ. ഇന്നലെ വരെ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ്, ഇന്ന് വരെ നിന്നെ മുടിക്കുമെന്ന് പറഞ്ഞ് നിന്നെ മുന്നേ വാദിച്ചു നിൽക്കുന്ന സകല പാരമ്പര്യ അവകാശങ്ങളും ഈ പകൽക്കാലം സ്വർഗ്ഗം എടുത്തു മാറ്റുകയാണ്. ശമനഘടകം ശൈലവാലവ ഔഷധകരണകിൽ ശൈലവാലവ അസ്കരരിക വനഘടക ചുടതല ഔഷവാലവ. നീ കാണുന്ന നിരാശയല്ല, നീ കാണുന്ന പ്രത്യാശയുടെ വാക്തത്വമാ. നീ മുറുകെ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാ. നിന്റെ പ്രത്യാശകൾ ഭംഗം വരുത്താതെ നിന്നെ ഉയർത്തി മാനിപ്പാ സ്വർഗ്ഗമെന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്. കുഞ്ഞെ, നീ ഭവനത്തിൽ ചെല്ലുമ്പോൾ നീ കാണാൻ പോകുന്ന തകർച്ചയല്ല, നീ കാണാൻ പോകുന്ന നിരാശയല്ല, നീ കാണാൻ പോകുന്ന ഇല്ലായ്മയല്ല. ഒരു നിറവിന്റെ അവസ്ഥ, ഒരു സൗഖ്യത്തിന്റെ അനുഭവം, ഒരു ദൈവ പ്രവൃത്തി ആഴം, തലമുറയ്ക്ക് വേണ്ടി പുതിയ വഴി ഓപ്പണായി വരുന്ന ഒരു ദൈവ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വത്തിലേക്ക് സ്വർഗ്ഗം നിന്നെ ഉയർത്തും.
എനിക്ക് മതിയായവനായിരുന്നു പോലെ നിങ്ങൾക്കും മതിയായവനായി കൂടെ ഉണ്ട് സഹോദരങ്ങളെ. ആരെല്ലാം മടുപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു കേട്ടാലും മാറിയിരുന്ന ദൈവത്തോട് കരയണം. ഞാൻ സേവിച്ച നിന്നെയാ, വാക്ക് പറഞ്ഞത് എന്നോടാ. നീ എന്റെ വാക്തത്വങ്ങളെ മറന്ന് ലോകത്തിന് മുമ്പിൽ ചോദിച്ചിഹ്നമാകാൻ എന്നെ വിടല്ലേ. എന്റെ കുഞ്ഞിന്റെ ജീവിതം നിന്റെ കരത്തിൽ തരിക. എന്റെ വാർദ്ധക്യകാലം, എന്റെ യൗവനകാലം ദൈവമേ ഞാനൊരു ചോദ്യചിഹ്നമായി മാറാൻ വിടാതെ നിന്റെ മഹത്വം കാണേണ്ടതിന് അവിടുത്തെ കരത്തിൽ ഞാൻ നിന്നെ എന്റെ കുടുംബത്തെ എന്റെ കുഞ്ഞിനെ തരികയാണെന്ന് പറഞ്ഞ് മാതാവേ പിതാവേ കൂടെ പുറപ്പെ കുഞ്ഞെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രാർത്ഥിക്കുമ്പോൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം, ഡേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കണം, സ്വത്രം അവകാശമായി പ്രാർത്ഥിക്കണം. എന്നിട്ട് അതിനെ മുറുകെ പിടിക്കണം. സ്വത്രം അതിനെ മുറുകെ പിടിക്കണം. സാഹചര്യം നിനക്ക് പ്രതികൂലമായിരിക്കും. ഒരു വഴി നിന്റെ മുമ്പിൽ ഓപ്പൺ ആകാൻ ഉണ്ടായിരിക്കത്തില്ല. അപ്പൻ ഒരു പക്ഷേ തള്ളിക്കളഞ്ഞു കാണും, അമ്മ ഒരു പക്ഷേ കൈവിട്ട് കാണും, കൂട്ടുകാരെല്ലാം നിന്നെ കുറ്റം പറയുന്നുണ്ടാകും. എന്നാൽ ഈ നല്ല പകൽ വ്യക്തമായി പറയാം, നിന്റെ ദൈവം നിനക്ക് വേണ്ടി ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കും. കൂട്ടുകാർ പരമായി സ്വർഗം നിന്നെ നിറയ്ക്കും. നീ ആഗ്രഹിക്കുന്ന മഹത്വത്തിലേക്ക് നീ ഉയർത്തപ്പെടും. നിന്റെ നാവ് കൊണ്ട് നീ പറയും, എന്റെ ദൈവം ശത്രുക്കളുടെ മുമ്പിൽ എനിക്കും എന്റെ സന്തതിക്കും വേണ്ടി മേശ ഒരുക്കിയെന്ന് സ്വർഗം നിന്റെ നാവിലൂടെ പറയിക്കും. ഇന്ന് പകൽക്കാലം വിശ്വാസം ആമേൻ പറ. പരിശുദ്ധനെ, നല്ല കർത്താവേ, ഈ നല്ല